ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് വളരെ സ്പെഷ്യലായിട്ടൊരാളെ കാണാൻ പോയാലോ? അത് വേറെ ആരുമല്ല, നമ്മുടെ മൂകാംബിക ദേവിയെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ KSRയിൽ നിന്ന് വൈകിട്ട് 6:50 എടുക്കുന്ന ട്രെയിനിനാണ് കയറിയത്. രാവിലെ 6 മണിയായപ്പോൾ നമ്മൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളെത്തിയപ്പം ചെറിയ മഴയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വളരെ മനോഹരമായിരുന്നു. ചെറിയൊരു കോടയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ അവിടുന്ന് കുറച്ച് നടന്നാൽ മതി കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ. അവിടുന്ന് ബസ്സുണ്ട്. ബസ്സിനാണ് നമ്മൾ മൂകാംബികയിലേക്ക് പോയത്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. നമ്മളവിടെ വന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഒരു റൂം എടുത്തിരുന്നു. അമ്പലത്തിന് അടുത്ത് തന്നെ, ഫ്രണ്ടിൽ തന്നെയാണ്. ആ പാലം കയറി ഇറങ്ങുമ്പോൾ അവിടെ അടുത്ത് തന്നെ നമ്മൾ റൂം എടുത്ത് 500 രൂപയാണ് റൂമിനായത്. റൂം നല്ല വൃത്തിയായിരുന്നു കേട്ടോ. ബാത്റൂമും ഒക്കെ നല്ല വൃത്തിയായിരുന്നു. നമ്മളവിടുന്ന് ഫ്രഷായി ദേവിയെ കാണാൻ വേണ്ടി വന്നു. നമ്മൾ ആ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ മനസ്സിന് എന്താ ഒരു സന്തോഷമാണ് അറിയുമോ? ഭയങ്കര സന്തോഷമാണ് നമ്മുടെ മനസ്സിന്. നമ്മൾ അവിടുന്ന് ദേവിക്ക് വേണ്ടി ഒരു പൂ ഒക്കെ വാങ്ങിച്ചിരുന്നു. ഒരു താലം വാങ്ങിച്ചിരുന്നു. ഈ താലത്തിന് 100 രൂപയാണ് ആയത്. നമ്മൾ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് കയറി ദേവിയെ നന്നായിട്ട് നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ദേവിയെ തൊഴുതിരുന്നു. നിങ്ങൾ 2 തവണ കയറി ദേവിയെ തൊഴുതിരുന്നേ. അതും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ തിങ്കളാഴ്ച ദിവസമാണ് പോയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമുക്ക് നന്നായിട്ട് ദേവിയെ കണ്ട് തൊഴാൻ പറ്റി. പ്രസാദം കിട്ടി. അതുപോലെ വഴിപാട് നടത്താനോ ഒന്നിനും നമുക്കൊരു താമസം ഉണ്ടായിരുന്നില്ലേ. പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും മഴയൊന്നും നമ്മളെ ബാധിച്ചില്ല കേട്ടോ. ദേവിയെ കണ്ട് തൊഴുന്നതിലോ അല്ലെങ്കിൽ ഉപദേവതകളെ തൊഴുന്നതിലോ ഒന്നും, നമുക്ക് പ്രദക്ഷിണം വെക്കുന്നതിലോ ഒന്നും നമുക്ക് മഴ നമ്മളെ ബാധിച്ചില്ല. നമുക്ക് നന്നായി തന്നെ ദേവിയെ കണ്ട് മനോഹരമായിട്ട് തന്നെ തൊഴാൻ സാധിച്ചു. അതൊരു ഭയങ്കര ഭാഗ്യമാണ് എന്നെനിക്ക് തോന്നി. നമ്മൾ പലപ്പോഴും പോകാൻ ഒരുങ്ങിയപ്പോഴൊന്നും നമുക്കതൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇത് പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച് പോയതായിരുന്നേ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴാൻ പറ്റി. നമ്മൾ അവിടുന്ന് ഉച്ചയ്ക്ക് ദേവിയുടെ അടുത്തുനിന്ന് ദേവിയുടെ അന്നദാനവും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. 12 മണി തൊട്ട് 2 മണി വരെയാണ് അവിടെ അന്നദാനം കൊടുക്കുന്നത്. നമ്മൾ അന്നദാനമൊക്കെ കഴിച്ച് വളരെ സമാധാനത്തിൽ അമ്പലത്തിൽ കുറച്ചധികം സമയം നമ്മൾ നിന്നിട്ടാണ്. അവിടെ കുറച്ചധികം സമയം നമ്മൾ നിന്നിരുന്നു. അവിടെ നമ്മൾ തിരിച്ച് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് 6:50 ട്രെയിനിനാണ് നമ്മൾ തിരിച്ച് കയറിയത്.